പ്രകൃതിയിൽ ഒന്നിനും സ്ഥായിയായ നിലനിൽപ്പില്ല എന്നും എല്ലാ പ്രകൃതി വസ്തുക്കളും നിരന്തരമായ പരിവർത്തന പ്രക്രിയയിലാണ് എന്നും ഭൗതികവാദ സിദ്ധാന്തം വാദിക്കുന്നു. അതുമായി തന്നെ ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സാമൂഹിക വ്യവസ്ഥയും സ്ഥിരമായി നിലനിൽക്കുന്നില്ല എന്നാണ്. അതായത് ഉൽപാദന പ്രക്രിയകളിലും ഉൽപാദന ബന്ധങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉൽപാദന ശക്തികളും ഉൽപാദന ബന്ധങ്ങളും തമ്മിൽ എല്ലാ കാലത്തും ഒരേ ബന്ധമല്ല ഉള്ളത്. ചിലപ്പോൾ അവ സഹകരണാത്മകമാകാം, മറ്റു ചിലപ്പോൾ അവ സംഘടനാത്മകമാകാം. അതായത് ഉൽപാദന ബന്ധങ്ങളിൽ മാറ്റം അനിവാര്യമാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതിയുടെ ചരിത്രപരമായ ഭൗതികവാദം. ആദിമ മനുഷ്യനിൽ നിന്നും ആധുനിക മനുഷ്യനിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ചരിത്രമാണത്. വിവിധ ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ചരിത്രപരമായ ഭൗതികവാദ സിദ്ധാന്തമാണ് മാർക്സിൻ്റെ ചിന്തയുടെ കേന്ദ്രബിന്ദു. എല്ലാ മനുഷ്യ സമൂഹങ്ങളും അവയുടെ സാംസ്കാരിക സ്ഥാപനങ്ങളും മതം, നിയമം, ധാർമ്മികത മുതലായവ കൂട്ടായ സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ വളർച്ചയാണെന്ന് വാദിച്ചു. മാർക്സിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ചരിത്രത്തിലെ ഓരോ സാമ്പത്തിക വ്യവസ്ഥയും അല്ലെങ്കിൽ ഉൽപ്പാദന രീതിയും ഒരു വൈരുദ്ധ്യത്തെ ഉൾക്കൊള്ളുന്നു. അത് ക്രമേണ അതിൻ്റെ നാശത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിലേക്കും നയിച്ചു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ആദിമ സമൂഹങ്ങളിൽ സ്വകാര്യ ഉടമസ്ഥത ഉണ്ടായിരുന്നില്ല. പ്രകൃതി വിഭവങ്ങൾ ശേഖരിച്ചും വേട്ടയാടിയും കഴിഞ്ഞിരുന്ന അക്കാലത്ത് തൊഴിൽ വിഭജനവും ലളിതമായിരുന്നു. ജീവശാസ്ത്രപരമായ സവിശേഷതകൾ മൂലമുള്ള ആൺ പെൺ വർഗ വിഭജനം മാത്രമാണ് സമൂഹത്തിലുണ്ടായിരുന്നത്. സ്ത്രീകൾ ശിശുപരിപാലനത്തിനും പുരുഷന്മാർ ആഹാര സമ്പാദനത്തിനുമായി കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നതായി കാണാം. തങ്ങളുടെ അധ്വാന ഫലമായി കൈവന്ന സമ്പത്ത് സമൂഹത്തിൽ മൊത്തമായി വിതരണം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഒന്നിലധികം ദിവസത്തേക്ക് സൂക്ഷിച്ചു വെക്കുവാൻ കഴിയുകയില്ല എന്നതും വേട്ട ഇറച്ചിയുടെ തുല്യമായ വീതം വയ്ക്കലിന് കാരണമായിട്ടുണ്ടാകാം. ഗോത്ര തലവന്മാർക്ക് സാമൂഹിക പദവിയിലുള്ള സാമൂഹിക ക്രമമായിരുന്നുവെങ്കിലും അവ അധികാര സ്ഥാനങ്ങളായിരുന്നില്ല. കാർഷിക വൃത്തിയിൽ മനുഷ്യൻ ഏർപ്പെട്ടു തുടങ്ങിയത് സാമൂഹിക ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു കാൽവെപ്പായിരുന്നു. ഉപജീവനത്തിന് ആവശ്യമായതിൽ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിഞ്ഞത് കുറച്ചു പേർക്കെങ്കിലും സ്ഥിരമായ കായിക അധ്വാനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനുള്ള അവസരം നൽകി. കൃഷിഭൂമിയുടെ വീതം വെക്കലിന് കാരണമായ ഒരു സംഗതിയായിരുന്നു ഇത്. കാർഷിക വൃത്തിയിൽ പുരുഷന്മാർ കൂടുതൽ വ്യാപൃതരായപ്പോൾ ശിശുപരിപാലനവും കുടുംബ പരിപാലനവും സ്ത്രീകളുടെ കടമയായി തീർന്നു. തൊഴിൽപരമായ ലിംഗവിവേചനം ഇതുമൂലം ഉണ്ടായി. തങ്ങൾ ആർജിച്ച സമ്പത്ത് ആൺമക്കളിൽ കൂടി നിലനിർത്തുന്ന സമ്പ്രദായം പുരുഷദായക ക്രമം ഒരു സാമൂഹിക വ്യവസ്ഥയ്ക്ക് രൂപം നൽകി. ആദിമ ഗോത്ര സമൂഹങ്ങളിൽ ഗോത്ര തലവന്മാരെ സഹായിക്കുവാൻ തലമുതിർന്നവരുടേതായ ഒരു സഭയും യോദ്ധാക്കളും ഉണ്ടായിരുന്നു. എന്നാൽ സ്ത്രീകൾക്ക് ഇത്തരം അവസരങ്ങൾ നിഷേധിച്ചിരുന്നു. പിൻകാല രാജഭരണത്തിൻ്റെ ആദ്യകാല രൂപങ്ങൾ ഇത്തരം ഗോത്രവർണ്ണ ക്രമത്തിൽ കാണാൻ പറ്റും. പുരാതന റോമൻ ഭരണാധികാരികളെ സഹായിക്കുവാനായിട്ട് സെനറ്റ് എന്ന സഭയും ആംഗ്ലോ സാക്സൺ ഭരണാധികാരികളെ സഹായിക്കുവാൻ വൈസ്മാൻ എന്ന സഭയും ഉണ്ടായിരുന്നു. കൂടുതൽ കൃഷിയിടങ്ങൾ കൈവശപ്പെടുത്തുന്നതിനായിരുന്നു ആദ്യകാല യുദ്ധങ്ങൾ അരങ്ങേറിയിരുന്നത്. കാർഷിക രംഗത്തുണ്ടായ അഭിവൃദ്ധി മറ്റു മേഖലകളിലെ വളർച്ചയ്ക്കും കാരണമായി. കാർഷിക ഉൽപ്പന്നങ്ങളും ആടുമാടുകളുമായിരുന്നു ആദ്യകാല കൈമാറ്റ ചരക്കുകൾ. വസ്തുക്കൾ പരസ്പരം കൈമാറുന്നത് ഈ പ്രക്രിയയ്ക്ക് ബാർട്ടർ സിസ്റ്റം എന്നാണ് വിളിച്ചിരുന്നത്. കൈമാറ്റം ചെയ്യപ്പെടുന്ന വസ്തുക്കളുടെ അളവ് വർദ്ധിച്ചത് പുതിയൊരു വിനിമയ രീതിക്ക് കാരണമായി. വസ്തുക്കൾക്ക് പകരം തുല്യമൂല്യം കൽപ്പിച്ചിട്ടുള്ളതും ഭരണാധികാരികളുടെ മുദ്ര പതിപ്പിച്ചതുമായ ലോഹകഷ്ണങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി. പ്രധാനമായും 5 തരത്തിലുള്ള ഉൽപാദന ബന്ധങ്ങളാണ് ചരിത്രത്തിലുള്ളതെന്ന് മാർക്സ് പറയുന്നു. പ്രാകൃത കമ്മ്യൂണിസം, അടിമത്ത സമ്പ്രദായം, നാടുവാഴിത്ത വ്യവസ്ഥ, മുതലാളിത്തം, സോഷ്യലിസം എന്നിവയാണ് അവ. വ്യത്യസ്തങ്ങളായ സാമ്പത്തിക വ്യവസ്ഥകളാണ് ഇവ ഓരോന്നിലും ദർശിക്കുവാൻ കഴിയുക. സാമ്പത്തിക വ്യവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ സാമൂഹിക ബന്ധങ്ങളിൽ പ്രതിഫലിക്കും. പ്രാകൃത കമ്മ്യൂണിസം അഥവാ പ്രിമിറ്റീവ് കമ്മ്യൂണിസം. ഉൽപാദന ഉപകരണങ്ങളുടെ സ്വകാര്യ ഉടമസ്ഥത രീതിയില്ലാതിരുന്ന ആദ്യകാല സമൂഹങ്ങളിൽ പ്രാകൃത കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥ നിലനിന്നിരുന്നതായി മാർക്സ് ചൂണ്ടിക്കാണിക്കുന്നു. പ്രകൃതി ശക്തികളോടും വന്യമൃഗങ്ങളോടും പോരാടി ജീവിക്കണമെങ്കിൽ ഒന്നിച്ച് ജോലി ചെയ്യണമെന്ന ബോധം മനുഷ്യർക്കുണ്ടാകുകയും സാമൂഹിക ജീവിതം ആരംഭിക്കുകയും ചെയ്തത് ഈ ഘട്ടത്തിലാണ്. ഉൽപാദന ഉപകരണങ്ങൾ കൂട്ടുടമസ്ഥതയിലായിരുന്നു. മനുഷ്യർ തമ്മിൽ ഉയർന്നതോ താഴ്ന്നതോ എന്നിങ്ങനെയുള്ള ചേരിതിരിവുകൾ പ്രാകൃത കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് വന്ന അടിമത്ത വ്യവസ്ഥ, ഏജ് ഓഫ് സ്ലേവറി,
സാമൂഹിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ ലോകം കൊണ്ടുള്ള പണിയായുധങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുകയും തൊഴിൽ വിഭജനം നിലവിൽ വരികയും ചെയ്തു. മൃഗപരിപാലനം, കൃഷി, കൈത്തൊഴിലുകൾ എന്നീ മേഖലകളിൽ ചിലർ മികവ് കാണിച്ചു തുടങ്ങിയതോടുകൂടിയാണ് തൊഴിൽ വിഭജനം ഉടലെടുത്തത്. വ്യക്തികൾ തമ്മിലും സമൂഹങ്ങൾ തമ്മിലും ഉൽപ്പന്നങ്ങൾ കൈമാറുന്ന വിനിമയ സമ്പ്രദായം നിലവിൽ വന്നു. സമ്പത്ത് ചുരുക്കം ചിലരുടെ കൈകളിൽ ചെന്നു ചേരുമെന്ന അവസ്ഥ വന്നതോടുകൂടി ഉൽപാദന ഉപകരണങ്ങളും അവ ഉപയോഗിക്കുന്ന ഉൽപാദന ശക്തികളും ചുരുക്കം ചിലരുടെ നിയന്ത്രണത്തിൽ എത്തിച്ചേരുകയും ചൂഷണാത്മകമായ ഒരു സാമൂഹിക വ്യവസ്ഥ ഉടലെടുക്കുകയും ചെയ്തു. ഒരു ന്യൂനപക്ഷം സമൂഹത്തിലെ സമ്പത്തും ഉൽപാദന ഉപകരണങ്ങളും കൈവശപ്പെടുത്തുകയും ഭൂരിപക്ഷം വരുന്ന വിഭാഗങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായി ജോലി ചെയ്യിക്കുകയും ചെയ്തു തുടങ്ങി. അടിമയും ഉടമയും എന്ന വ്യക്തമായൊരു ചേരിതിരിവ് സമൂഹത്തിൽ ഉടലെടുത്തത് ഇങ്ങനെയാണ്. സ്വകാര്യ സ്വത്ത് ഉടമസ്ഥതയാണ് വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള രണ്ട് വർഗങ്ങളുടെ ഉത്ഭവത്തിന് ഉള്ള കാരണം. സ്വത്തുള്ളവരും ഇല്ലാത്തവരും, ചൂഷകരും ചൂഷിതരും തമ്മിലുള്ള സംഘട്ടനങ്ങളുടെ തുടക്കവും ഈ ഘട്ടത്തിൽ തന്നെ. ഈ ഘട്ടത്തിൻ്റെ ഒരു വികസിത രൂപമായി കാണാവുന്നതാണ് ഭൂ ഉടമയും കുടിയാനും തമ്മിലുള്ള ബന്ധം. പിന്നീട് വന്നത് ഫ്യൂഡലിസം അഥവാ നാടുവാഴിത്ത വ്യവസ്ഥയാണ്. പൂർണ്ണമായും കാർഷിക ഉൽപാദനത്തിൽ അടിയുറച്ച ഉൽപാദന ബന്ധങ്ങളാണ് നാടുവാഴിത്ത വ്യവസ്ഥയിലുള്ളത്. ഭൂമിയും അതിലുള്ള സർവ്വസമ്പത്തും കൈവശം വയ്ക്കുന്നത് നാടുവാഴിയോ ആണ്. അടിമത്ത വ്യവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായി ഉൽപാദകരായ കൃഷിക്കാർക്ക് തങ്ങൾ പണിയെടുക്കുന്ന ഭൂമിയിലും ഉൽപാദന ഉപകരണങ്ങളിലും കൈവശാവകാശം നാടുവാഴിത്ത വ്യവസ്ഥയിൽ ലഭിക്കുന്നു. ഉൽപാദനത്തിൻ്റെ ഒരു നിശ്ചിത ഭാഗം ഭൂവുടമയ്ക്ക് നൽകുക എന്ന വ്യവസ്ഥയിലാണ് ഈ കാർഷിക ബന്ധം നിലനിൽക്കുന്നത്. ഈ രീതിയിൽ കാർഷിക ഉൽപാദനം വീതം വയ്ക്കുമ്പോൾ സ്വകാര്യ ഉടമസ്ഥത കൂടുതൽ വളരുന്നു. ഭരണകൂടത്തിൽ നാടുവാഴികൾക്കുള്ള സ്വാധീനം കൊണ്ട് തങ്ങൾക്ക് ഉചിതമായ നിയമം നിർമ്മിക്കുവാനും നാടുവാഴികൾക്ക് കഴിയുന്നു. തങ്ങളുടെ ആവശ്യത്തിന് മാത്രമുള്ള ഉൽപാദനം കൂടാതെ പാട്ടമായി നാടുവാഴിക്ക് നൽകേണ്ട വിളവ് കൂടി കൃഷിക്കാർ ഉണ്ടാക്കിയെടുക്കേണ്ടി വരുന്നത് മൂലം കൂടുതൽ സമയം അല്ലെങ്കിൽ അധിക സമയം കൃഷിപ്പണിയിൽ ഏർപ്പെടേണ്ടി വരുന്നത് ഭൂവുടമകളുമായി സംഘർഷങ്ങളിലേക്ക് നയിക്കുന്നു. ചൂഷകരും ചൂഷിതരും തമ്മിലുള്ള വർഗസമരമാണ് നാടുവാഴിത്ത വ്യവസ്ഥയുടെ മുഖ്യ ലക്ഷണം. നാലാമത്തെ ഉൽപാദന രീതി ക്യാപിറ്റലിസമാണ് അഥവാ മുതലാളിത്തം. ഉൽപാദന ഉപകരണങ്ങൾ മുഴുവനായും മുതലാളിയുടെ കയ്യിൽ വന്നു ചേരുകയും തൊഴിൽ ശക്തി മാത്രം കൈവശമുള്ള തൊഴിലാളി തൻ്റെ നിലനിൽപ്പിനു വേണ്ടി മുതലാളിക്ക് വേണ്ടി ജോലി ചെയ്യുകയും ചെയ്യുന്ന വ്യവസ്ഥിതിയാണ് മുതലാളിത്തം. ഇവിടെ തൊഴിലാളികൾ താരതമ്യേന സ്വതന്ത്രരാണ്. പക്ഷേ വിശപ്പ് കൊണ്ട് മരിക്കാതിരിക്കണമെങ്കിൽ തങ്ങളുടെ തൊഴിൽ ശക്തിയെ മുതലാളിക്ക് വിൽക്കുവാൻ അവർ നിർബന്ധിതരാണ്. ഉൽപാദന വർധനവിനായി യന്ത്രവൽകൃതങ്ങളായ കൂറ്റൻ മില്ലുകളും ഫാക്ടറികളും നിലവിൽ വരുന്നതോടുകൂടിയാണ് നാടുവാഴിത്ത വ്യവസ്ഥയുടെ തകർച്ചയും തുടർന്ന് മുതലാളിത്ത വ്യവസ്ഥയുടെ ഉദയവും ഉണ്ടാകുന്നത്. ഉൽപാദനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള തൊഴിലാളികൾക്ക് യന്ത്രോപകരണങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഇത്തരം വിദ്യാഭ്യാസം സിദ്ധിച്ച കൂലി തൊഴിലാളികളെയാണ് മുതലാളിത്ത ഉൽപാദന പ്രക്രിയയ്ക്ക് ആവശ്യം. മുതലാളിത്ത വ്യവസ്ഥയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ ആ വ്യവസ്ഥയുടെ തന്നെ തകർച്ചയ്ക്ക് കാരണമാകാമെന്ന് മാർക്സ് കണ്ടെത്തി. അധികം ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുകയും അവയുടെ വില എത്രയും ചുരുക്കുകയും ചെയ്തുകൊണ്ട് വിപണി പിടിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ ചെറുകിടക്കാരും ഇടത്തരക്കാരുമായ സ്വകാര്യ സ്വത്തുടമകൾ നിലനിൽപ്പിനായിട്ടുള്ള നെട്ടോട്ടത്തിലായിരിക്കും. വൻകിട മുതലാളിമാരോട് മത്സരിച്ച് മുന്നേറുവാൻ കഴിയാതെ വരുന്ന ചെറുകിടക്കാർ വൻകിടക്കാർക്ക് വേണ്ടി ജോലി ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. സമൂഹത്തിൽ വ്യക്തമായ ഒരു ചേരിതിരിവ് ഉണ്ടാകുകയാണ് ഇതിൻ്റെ ഫലം. നേർക്കുനേരെ നിൽക്കുന്ന രണ്ട് വിരുദ്ധ ശക്തികൾ മുതലാളിയും തൊഴിലാളിയും. സാമ്പത്തിക ചൂഷണം ഏറി വരുംതോറും ഇവർ തമ്മിലുള്ള സംഘട്ടനങ്ങളും മൂർച്ഛിക്കുന്നു. ഈ സംഘട്ടനത്തിൻ്റെ സ്വാഭാവിക പരിണാമമായി സോഷ്യലിസ്റ്റ് സാമൂഹിക വ്യവസ്ഥ നിലവിൽ വരുമെന്ന് മാർക്സ് അഭിപ്രായപ്പെടുന്നു. മറ്റൊരു ഉൽപാദന വ്യവസ്ഥയാണ് സോഷ്യലിസം. ചരിത്രപരമായ വികാസക്രമത്തിൽ ഒരിക്കൽ കൂടി അസമത്വങ്ങളില്ലാത്ത ഒരു സാമൂഹിക വ്യവസ്ഥിതി ഉടലെടുക്കുന്നത് സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം ഇല്ലാതാകുമ്പോഴാണ്. ഉൽപാദന ഉപകരണങ്ങളെല്ലാം തന്നെ സമൂഹത്തിൻ്റെ ഉടമസ്ഥതയിലെത്തുകയും അടിമയും ഉടമയും എന്നോ കുടിയാനും ജന്മിയുമെന്നോ തൊഴിലാളിയും മുതലാളിയുമെന്നോ ഉള്ള വേർതിരിവ് ഇല്ലാത്തതും ഓരോ ആളും എല്ലാവർക്കും എന്ന തത്വത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി. ഈ ഘട്ടത്തിൽ സാമൂഹിക നവീകരണം എന്ന പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്നത് തൊഴിലാളി വർഗമാണ്. സ്വകാര്യ സ്വത്ത് ഉടമസ്ഥത ഇല്ലാത്തതിനാൽ ഭരണകൂടത്തിൻ്റെ മർദ്ദക സംവിധാനങ്ങൾ ആവശ്യമില്ലാതെ വരുന്നു. ഒരു ഘട്ടത്തിൽ മർദ്ദക സംവിധാനമെന്ന നിലയിലുള്ള ഭരണകൂടം തന്നെ അപ്രസക്തമാകുകയും അതിൻ്റെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതി നിലവിൽ വരുന്നതിന് ഇത്തരം മാറ്റങ്ങൾ ആവശ്യമാണ്. വിരുദ്ധ ശക്തികൾ തമ്മിലുള്ള സംഘട്ടനത്തിൽ നിന്നാണ് പുതിയൊരു സാമൂഹിക ക്രമം ഉടലെടുക്കുന്നത്.
വാദിക്കുന്നത്. ആദിമ സംഭവങ്ങൾ മുതൽ ഇത്തരം വർഗ സമരങ്ങൾ നിരന്തരമായി മാനവചരിത്രത്തിൽ കാണാവുന്നതാണ്. പ്രകൃതിയിലെ വൈരുദ്ധ്യാത്മകത എന്ന അവസ്ഥ ഉപയോഗിച്ച് മനുഷ്യ സമൂഹത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെ വിശകലനം ചെയ്യുക എന്നതാണ് ചരിത്രപരമായ ഭൗതികവാദത്തിലൂടെ മാർക്സ് ചെയ്യുന്നത്. മറ്റൊരു ഉൽപാദന ക്രമമാണ് ഏഷ്യൻ ഉൽപാദന ക്രമം, ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. നാഗരികതയും സംസ്കാരവും ഉദയം കൊണ്ടതും വളർച്ച പ്രാപിച്ചതും നദീതടങ്ങളിലാണ്. ഈജിപ്തിലും മെസൊപ്പൊട്ടേമിയയിലും പുരോഹിത വർഗമാണ് ഭരണാധികാരികളായി മാറിയത്. നൈൽ നദിയിലെ വെള്ളപ്പൊക്കവും വരൾച്ചയും മുൻകൂട്ടി കണക്കുകൂട്ടി കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നതിനാൽ ചിട്ടയായ കൃഷിയിലൂടെ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. മികച്ച ഉൽപ്പന്നം കൈവശം വയ്ക്കുന്നതിനുള്ള അവകാശം ഭരണാധികാരികളുടേതായി മാറിയ ചരിത്രമാണ് ഏഷ്യൻ സമൂഹത്തിൽ കാണുന്നത്. ചിന്നിച്ചിതറിക്കിടക്കുന്ന ഗ്രാമങ്ങൾ ഒന്നിച്ചു ചേരുന്നതിനും സംഘടിതമായി ചൂഷണം തടയുന്നതിനും കഴിയാതിരുന്നത് മൂലം ഈ വ്യവസ്ഥയ്ക്ക് വളരെ കാലം വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലെ ഉൽപാദന സമ്പ്രദായത്തെയാണ് ഏഷ്യൻ ഉൽപാദന ക്രമം അഥവാ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് മാർക്സ് വിളിച്ചത്. ബ്രിട്ടീഷുകാരുടെ ഭൂപരിഷ്കരണ നടപടികളോടുകൂടിയാണ് കൃഷിയിലുള്ള ഈ ഏഷ്യൻ മാതൃക തകർന്നു പോയത്. മുതലാളിത്തത്തിലെ അസ്ഥിരത. മുതലാളിത്തത്തിൽ അന്തർലീനമായ അസ്ഥിരതകൾ വിശദീകരിക്കുന്നതിലും അതിൻ്റെ പതനവും സോഷ്യലിസത്തിലേക്കുള്ള പരിവർത്തനവും പ്രവചിക്കുന്നതിലാണ് മാർക്സിൻ്റെ ചിന്ത പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. മുതലാളിത്തം അസ്ഥിരമാണെന്നും ആനുകാലിക പ്രതിസന്ധികൾക്ക് സാധ്യതയുണ്ടെന്നും മാർക്സ് വാദിച്ചു. മുതലാളിത്തം വളർച്ച, തകർച്ച, കൂടുതൽ വളർച്ച എന്നീ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വർദ്ധിച്ചു വരുന്ന കടുത്ത പ്രതിസന്ധികളാൽ സാമ്പത്തിക വളർച്ചയ്ക്ക് വിരാമമാകുമെന്ന് മാർക്സ് വിശ്വസിച്ചു. മാത്രമല്ല, ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ പ്രക്രിയ മുതലാളിത്ത വർഗത്തെ സമ്പന്നമാക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതേസമയം തന്നെ തൊഴിലാളി വർഗം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ദരിദ്രവർഗത്തെ കൂടുതൽ ദാരിദ്ര്യത്തിലാക്കുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. ക്രമേണ തൊഴിലാളി വർഗം വർഗബോധമുള്ളവരായി തീരുകയും അവരുടെ വ്യക്തിഗത പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് അത് ഉൽപ്പാദന മാർഗങ്ങളില്ലാത്ത എല്ലാവരെയും പിന്നിലാക്കി തൊഴിലാളി വർഗത്തിൽ വർഗബോധം വളർത്തിക്കഴിഞ്ഞാൽ അവർ ഉൽപ്പാദന മാർഗങ്ങൾ പിടിച്ചെടുക്കുമെന്നും മുതലാളിത്ത ഉൽപ്പാദന രീതിയെ അട്ടിമറിക്കുമെന്നും ഒരു സോഷ്യലിസ്റ്റ് സമൂഹം കൊണ്ടുവരുമെന്നും മാർക്സ് വിശ്വസിച്ചു.